ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചന ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അർച്ചന ഇപ്പോൾ സങ്കടങ്ങളെല്ലാം പറയുന്നത് രാജീവിനോടാണ്. രാജീവിന് അർച്ചനയെ സഹായിക്കണമെന്നുണ്ട്, എന്നാൽ രാജീവിന് അതിന് സാധിക്കുന്നില്ല. രാജീവ് ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മയും ശിശിരയും കൂടി ഗൗരിമോളുടെ ജീവന് വേണ്ടി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. അറിയാവുന്ന സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിലിരിക്കുന്ന ഗോകുൽ. ICUവിൽ ഗൗരിമോള്. മറുവശത്ത് മാനസികതല തെറ്റിയ സ്വന്തം അമ്മ. അർച്ചനയെ കണ്ടാൽ അമ്മ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. ഇത് രണ്ടും അർച്ചനയ്ക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അർച്ചന ഒരാൾക്ക് മകളും മറ്റൊരാൾക്ക് അമ്മയുമാണ്. രണ്ടുപേർക്കും ഇപ്പോൾ അർച്ചനയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഇവിടെ തോറ്റുപോകരുത്. രണ്ടുപേരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. തളർന്നു പോകാതെ ധൈര്യപൂർവ്വം അർച്ചന അത് ചെയ്തേ പറ്റൂ എന്ന് രാജീവ് പറയുന്നു. എന്തായാലും അർച്ചന ഇപ്പോൾ ഗൗരിമോളുടെ അടുത്തേക്ക് ചെല്ല്. ഗൗരിമോളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ധൈര്യമായിട്ടിരിക്കെ, എന്ത് സഹായത്തിനും ഞാൻ കൂടെയുണ്ട് എന്നും രാജീവ് അർച്ചനയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് ഗൗരിയുടെ തൊട്ടരികിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗോകുൽ. ഗൗരിയോട് സംസാരിക്കുകയാണ് ഗോകുൽ. ഡോക്ടർ എന്താണ് പറഞ്ഞത് വെച്ചാൽ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ, ഗൗരിമോൾ നല്ല മിടുക്കിയാണെന്ന് ഡോക്ടർ പറഞ്ഞത് എന്ന് ഗോകുൽ പറയുമ്പോൾ ഗൗരി പറയുന്നു, അതെന്തായാലും വെറുതെ എന്ന് പറയുന്നുണ്ട് ഗൗരി. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് 3 പേർക്കും കൂടി ഒരുപാട് സ്ഥലത്തൊക്കെ പോകാൻ. മോൾക്ക് പോകാൻ ആഗ്രഹമുള്ള എല്ലാ സ്ഥലത്തും അച്ഛൻ മോളെ കൊണ്ടുപോകും. അച്ഛനൊരു കാര്യം പറയാൻ മറന്നുപോയി, മോളെ കാണാൻ ചിപ്പിമോള് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഗൂഗിൾ പറയുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ചിപ്പിയെ എന്ന്. എന്നിട്ട് ചിപ്പിയെന്ന് എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു അകത്തേക്ക് ആരെയും കയറ്റി വിടണ്ട എന്ന്, അതുകൊണ്ടാണ് തിരിച്ചു പോയത്. കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഗൗരിയും പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് അർച്ചന വരുന്നുണ്ടായിരുന്നു. ചോദിക്കുന്നുണ്ട്, ആഹാ, രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരിക്കുകയാണോ? ഒരുപാട് സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, വർത്തമാനം പറഞ്ഞാൽ എന്താ അച്ഛാ കുഴപ്പം എന്ന്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, അത് ഡോക്ടർ ചുമ്മാ പറയുന്നതല്ലേ. അമ്മ മോളുടെ പേരിൽ ശിവൻ്റെ അമ്പലത്തിൽ പ്രസാദം കഴിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് ഗൗരിക്ക്. അച്ഛാ, എനിക്ക് സച്ചിയങ്കളിനെ ഒന്ന് കാണണം എന്ന് ഗൗരി പറയുമ്പോൾ ഇത് കേട്ട് ഗോകുലിൻ്റെയും അർച്ചനയുടെയും മുഖം ഒന്ന് മാറി. സച്ചിയങ്കൾ പാവമാണ് അച്ഛാ. സച്ചിയങ്ങളിനോട് ഇനിയും അച്ഛൻ വഴക്കിനൊന്നും പോകരുത്. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറ്റണം എന്നും ഗൗരി ഇപ്പോൾ ഗോകുലിനോട് പറയുന്നു. ശരി മോളെ, അച്ഛനെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. സച്ചിയങ്കളിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്കിൾ എന്ത് പാവമാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുമ്പോൾ അർച്ചന ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കമലയാണ് കാണിക്കുന്നത്. കമലയോട് ഇപ്പോൾ അനഘ സംസാരിക്കുകയാണ്. ഇന്ന് ആൻറ്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആരതിയും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആരതിയും അങ്ങനെ തന്നെ കമലയോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് വേണം ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. അങ്ങനെ ഡോക്ടർ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോഴെങ്ങനെയുണ്ട്, ആശ്വാസമുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. സച്ചിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മുന്നേ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ആൻറ്റി പഴയതുപോലെയാകും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് അനഘ പറയുന്നുണ്ട്. കമലയ്ക്ക് ഇപ്പോൾ മരുന്നാണ് ആവശ്യം, മരുന്ന് മുടങ്ങാതെ കൊടുക്കണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ആഗ്രഹമുള്ളത് അമ്മയ്ക്ക് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ സച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ആൻറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അനഘ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ കൂടെയുള്ളപ്പോൾ കമലയ്ക്ക് എന്തിനാ വിഷമം? എന്തായാലും കമല ഇന്നുകൂടി ഇവിടെ കിടക്കുന്ന നാളെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. സച്ചി ഡോക്ടറിന് പിന്നാലെ പോകുന്നുണ്ട്. ഡോക്ടറോട് സംസാരിക്കാനായി ആരതിയും അനഘയും കമലയുടെ കൂടെ തന്നെ ഇരിക്കുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യം സച്ചിയുടെ കയ്യിലാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഒന്നുകൂടി പറയാം, കമല ആഗ്രഹിക്കുന്നത് അവരുടെ മകളുടെ സാന്നിധ്യമാണ്. അത് കൊടുക്കാൻ സച്ചിക്ക് സാധിച്ചാൽ കമല സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും. ഇല്ലെങ്കിൽ ഇനിയും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും ഡോക്ടർ പറയുന്നു. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ എന്ന് സച്ചി പറയുമ്പോൾ, തൻ്റെ അമ്മയ്ക്ക് ആവശ്യം മരുന്നും ഗുളികകളും ഒന്നുമല്ല, നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു തോന്നൽ വേണം. അത് കിട്ടിയാൽ അമ്മയുടെ അസുഖമെല്ലാം തന്നെ മാറും എന്ന് ഡോക്ടർ പറയുന്നു. ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചനയും രാജീവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൗരി മോള് സച്ചിയെ കാണണമെന്ന് പറഞ്ഞ കാര്യം പറയുകയാണ് രാജീവിനോട്. ഞാൻ എന്താ വേണ്ടത്, സച്ചിയേട്ടനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഗോകുലിൻ്റെയും സച്ചിയേട്ടനെയും പിണക്കം മാറ്റാനാണ് ഗൗരിമോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മോള് പറഞ്ഞതൊക്കെ കേട്ട് ഗോകുലാകെ ഷോക്കായിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയൊരു മാനസികാഘാതം പോലും ഗൗരിമോൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ഗോകുൽ എന്ത് പറഞ്ഞു എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല
എൻ്റെ ഭയം അതൊന്നുമല്ല. ഗൗരിമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ സച്ചിയേട്ടൻ പാഞ്ഞ് ഓടിയെത്തും. ഉടനെ രാജീവ് പറയുന്നുണ്ട്, അതെ, അയാൾ വിചാരിച്ചിരിക്കുന്നത് ഗൗരിമോൾ നിങ്ങളുടെ മകൾ തന്നെയാണെന്നാണ്. പലതവണ അയാൾ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നത് എല്ലാം അവസാനിക്കുന്ന സമയം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചാണ്. അതിനിടയിൽ ദൈവം ഒരു ട്രാപ്പുണ്ടാക്കി അതിനിടയിലേക്ക് എല്ലാവരെയും വലിച്ചിടുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് രാജീവ് പറയുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇനിയൊരു വഴിയേ ഉള്ളൂ. അയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ സത്യം അയാളെ അറിയിക്കണം. പെട്ടെന്നത് പറഞ്ഞാൽ സച്ചിയേട്ടനത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ രാജീവ് പറയുന്നു, അയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പറയണം. ഈ സത്യം അയാളെ കൊണ്ട് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയണം എന്ന് രാജീവ് പറയുമ്പോൾ, അപ്പോൾ ഞങ്ങളുടെ മകൾ എവിടെ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾ എവിടെയാണെന്നുള്ള കൃത്യവിവരം എനിക്ക് കിട്ടിയിട്ടില്ല. 10 വർഷം കഴിഞ്ഞില്ലേ, ഇനിയെല്ലാം ആദ്യം മുതലേ അന്വേഷിക്കണം എന്ന് രാജീവ്. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും രാജീവ് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി തരണമെന്ന്. അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അടിയന്തരമായി ഇപ്പോൾ പരിഹരിക്കേണ്ടത് ഈ പ്രശ്നമാണ്. സച്ചിയോട് സത്യം ആര് പറയും എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് കഴിയില്ല, എനിക്ക് വയ്യ. സച്ചിയേട്ടൻ എങ്ങനെയെങ്കിലും എല്ലാം അറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തിയാലോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എന്തായാലും നേരിട്ടേ പറ്റൂ. സച്ചിയേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോകും എന്ന് അർച്ചന പറയുമ്പോൾ, തൽക്കാലം ആരും സച്ചിയെ ഒന്നും അറിയിക്കണ്ട, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് രാജീവ് ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ കാഞ്ചനയും ലീലയും അവരെ രണ്ടുപേരെയും കൂടി സന്ദീപ് ഇപ്പോൾ ഒരു കാറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മൂർത്തിയും ഉണ്ടായിരുന്നു കൂടെ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കാഞ്ചന ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ കൊന്നുകളയും എന്ന് സന്ദീപ് അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരെയും കൂടി ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ സുഗതൻ മേനോൻ ഇല്ലെങ്കിൽ രണ്ടുപേരുടെ മദ്യം ഇവിടുന്ന് തന്നെ ആയിരിക്കും എന്ന് മൂർത്തി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറാണ് ഇവിടെ കിടക്കുന്നത്, അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് എന്ന് കാഞ്ചന പറയുന്നു. അങ്ങനെ ഇപ്പോൾ മൂർത്തിയും സന്ദീപും കൂടി വീടിൻ്റെ മുന്നിലേക്ക് വന്ന് ബെല്ലടിക്കുകയാണ്. ഇവിടെ ആരും ഇല്ലെന്നാണല്ലോ തോന്നുന്നത് എന്ന് സന്ദീപ് പറയുന്നു. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, 1-2 തവണ ഞാൻ അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് എന്ന് കാഞ്ചന. ആ വാതിലാണെങ്കിൽ പൂട്ടിയിട്ടില്ലായിരുന്നു, വാതിൽ തുറന്ന് തന്നെ കിടക്കുകയായിരുന്നു. സന്ദീപും മൂർത്തിയും അകത്തേക്ക് കയറുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് മറ്റാൾക്കാരായിരുന്നു. രാജീവും പോലീസുകാരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരകത്ത് കയറിയതും ആ വാതിൽ പൂട്ടുന്നുണ്ട് പോലീസുകാർ. വെൽക്കം, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് രാജീവ് പറയുന്നു. സുഗതൻ മേനോനും അവർ കൂടെ ഉണ്ടായിരുന്നു. നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് സന്ദീപ് കാഞ്ചനയോട് ചോദിക്കുന്നുണ്ട്. രാജീവിന് നേരെ അങ്ങനെ ഇപ്പോൾ തോക്ക് ചൂണ്ടിയിരിക്കുകയാണ് സന്ദീപ്. ഇതേ സമയം തന്നെ 2 പോലീസുകാർ സന്ദീപിന് നേരെ 2 തോക്ക് ചൂണ്ടി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാജീവ് പറയുന്നുണ്ട് തോക്ക് തരാൻ. അങ്ങനെ സന്ദീപിൻ്റെ കയ്യിൽ നിന്നും രാജീവ് തോക്ക് വാങ്ങി കൈ പിടിക്കുന്നുണ്ട്. സുഗതൻ മേനോനെ കാണാൻ വന്നതാണല്ലേ, ദേ ഇതാണ് സുഗതൻ മേനോൻ എന്ന് പറയുകയാണ് ഇപ്പോൾ രാജീവ്. നന്നായി നോക്കിക്കോളൂ, കോടതിയിലെത്തും മുമ്പേ കണ്ടിട്ടില്ല എന്ന് പറയരുത്. പിന്നെ നീ നിന്റെ അവന്തികയും വിചാരിക്കുന്നത് പോലെ ഈ കേസ് എടുത്തുകൊണ്ട് വന്നത് ഈ നിൽക്കുന്ന കാഞ്ചനയോ അവളുടെ പാവം അമ്മയോ അല്ല, ഞാനാണ്, ഞാൻ മാത്രം എന്ന് രാജീവ് പറയുന്നുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും കയ്യിൽ കിട്ടിയെന്ന് കരുതി സാർ അധികം നെഹളിക്കേണ്ട, മാഡം ഞങ്ങളെ വെളിയിലിറക്കും, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് മൂർത്തി പറയുമ്പോൾ മൂർത്തിയുടെ കർണം നോക്കി ഒരെണ്ണം കൊടുക്കുകയും മൂർത്തിയുടെ ഒരു ചവിട്ടും കൊടുക്കുന്നുണ്ട് രാജീവ്. അങ്ങനെ പോലീസുകാരോട് അവരെ ചവിട്ടി കൂട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി മൂർത്തിയെ അവിടെ ഇട്ട് ചവിട്ടുകയാണ്. നിനക്ക് ഓർമ്മയില്ലേ, നീയും നിന്റെ സംഘവും കൂടി ചേർന്ന് എന്നെ ചതച്ച് കൊല്ലാൻ നോക്കിയത്? ആ ഒരു രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മൂർത്തി. അന്ന് രാത്രി മുഴുവൻ ചോര പാർന്ന് ഞാൻ ആ റോഡിൽ കിടന്നു. ഞാൻ മരിച്ചു എന്ന് കരുതി നിങ്ങൾ അവിടെ എന്നെ ഇട്ടിട്ട് പോയി. പക്ഷേ ദൈവം എൻ്റെ കൂടെ ആയിരുന്നടാ. അന്ന് മുതലേ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാണ്, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് എന്ന് രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്ത കേസ് മാത്രമല്ല, സാറിനെ കൊല്ലാൻ കൊടുത്ത കേസും പിന്നാലെ ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ സുഗതൻ മേനോൻ ചോദിക്കുന്നു. ഇവനെയും ഇവൻ്റെ മേടത്തിൻ്റെ നെഞ്ചിൽ നല്ല ഒന്നാന്തരം പൂക്കൾ കൊണ്ട് അർപ്പിച്ച ഒരു ഗംഭീരമായ റീത്ത് വെച്ചിട്ടേ ഞാൻ പോകൂ എന്ന് രാജീവ് പറയുന്നു. സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയൊക്കെ ചതിച്ച് നിനക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ടെന്ന് സന്ദീപിനോട് പറയുകയാണ് രാജീവ്. അടുത്തത് ഇനി അവന്തികയാണ് എന്ന് രാജീവ് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ മൂർത്തി അവിടെ നിന്ന് കൊണ്ടുപോകാനായി പറയുന്നുണ്ട്. അങ്ങനെ മൂർത്തിയും സന്ദീപിനെ കൈവിലം കേട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. വളരെയധികം സന്തോഷത്തോടെ തന്നെ ഇപ്പോൾ കാഞ്ചനയും ലീലയും അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം അർച്ചനയാണ് കാണിക്കുന്നത്. സമൃദ്ധിയുടെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ എന്ന് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് രാജീവ്. സന്ദീപും മൂർത്തിയും പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് രാജീവ് പറയുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു, കാഞ്ചനയെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് അർച്ചന. മൂർത്തി ജയിലിൽ പോകുന്നതിൽ എനിക്ക് വിഷമമില്ല, പക്ഷേ സന്ദീപ് അവൻ എത്രയാണെങ്കിലും എൻ്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ, എന്നാണെങ്കിലും അവർ ഒന്നിച്ച് ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ ഈ അവസ്ഥയുണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് അർച്ചന. അവൻ കാഞ്ചനയോടും അവരുടെ അമ്മയോടും ചെയ്ത ക്രൂരത സഹിക്കാൻ കഴിയുന്നതല്ല. അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മരിക്കാൻ നടക്കുന്നത്? സ്വന്തം കുടുംബം തകർത്ത അവന്തികയ്ക്ക് വേണ്ടിയിട്ടോ? അങ്ങനെ നടക്കുന്ന ഒരുത്തനെ ഇനി അനിയത്തിയുടെ ഭർത്താവായി കരുതുന്നത് പോലും തെറ്റാണ് എന്നൊക്കെ രാജീവ് പറയുന്നു.
അടുത്ത ലക്ഷ്യം എന്താണ് എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. അവന്തിക അതാണ് ഇനി അടുത്ത ലക്ഷ്യം. അവൾ ഒടുങ്ങിയാൽ എല്ലാത്തിനും അവസാനമാകും എന്ന് പറയുന്നുണ്ട് രാജീവ്. അതിനെല്ലാം ശേഷം വേണം എനിക്ക് അവളെ ഒന്ന് ജയിലിൽ ചെന്ന് കാണാനെന്ന് പറയുന്നുണ്ട് അർച്ചനയും. സമൃദ്ധ ആശുപത്രിയിലേക്ക് പോയില്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് അർച്ചന പറയുന്നു. സർജറിയുടെ കാര്യം ഉടനെ തന്നെ തീരുമാനിക്കുമെന്നാണ് ഗൂഗിൾ പറഞ്ഞത് എന്ന് രാജീവ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഉടനെ സർജറി ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട്. വളരെയധികം സങ്കടത്തോടെ തന്നെ അർച്ചന ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.